വെൽക്കം ബാക്ക് ടു അട്ടപ്പാടിക്കാരി യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. അതുകൂടാതെ അട്ടപ്പാടിക്കാരി ഹോട്ടലിലേക്കും എവർക്കും സ്വാഗതം. അതെ, നമ്മുടെ അട്ടപ്പാടിക്കാരി യൂട്യൂബ് ചാനലിന്റെ ബേസ് ചെയ്തിട്ട് ഒരു കുഞ്ഞു തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന അട്ടപ്പാടിക്കാരി. ഇറ്റ്സ് മീ. ഓക്കെ, അപ്പോ ഈ കട എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടത്തറയിലെ ആരോഗ്യമാത ജംഗ്ഷനിലെ എക്സൈസ് ഓഫീസിന്റെ അടുത്തായിട്ടാണ് ഈ കടയുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാ പോകേണ്ടതെന്നുള്ള കാര്യം നമുക്ക് കാണണ്ടേ. അതായത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭണ്ടാരിയായിട്ട് മാറും, ഇടയ്ക്കിടയ്ക്ക് സപ്ലൈർ ആയിട്ട് മാറും, ഇടയ്ക്കിടയ്ക്ക് ഓണറായി മാറും. ആ കാര്യങ്ങളൊക്കെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്നായിരിക്കും. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് കാണാൻ വരും. അപ്പൊ നമ്മുടെ ഹോട്ടലിലെ ഒരു പ്രത്യേകതരം ഫുഡിനെ കുറിച്ചാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹോട്ടലിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് അട്ടപ്പാടിക്കാരി വനസുന്ദരി ചിക്കൻ എന്നുള്ള കാര്യം. നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടോ, കുറച്ചുപേരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എക്സിബിഷൻ, പാലക്കാട് നടന്ന എക്സിബിഷനിൽ ഈ ഒരു ഫുഡിനെ കുറിച്ച് നമ്മളൊരു ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സിബിഷനിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോ ആ വനസുന്ദരി ചിക്കൻ അട്ടപ്പാടിയില് അട്ടപ്പാടിക്കാരി ഹോട്ടൽ എന്ന് പറയുന്ന ഈ ഹോട്ടലിലാണ് കൊടുക്കുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ആരോഗ്യമാത ജംഗ്ഷനാണ്. കോട്ടത്തറ ആരോഗ്യമാത ജംഗ്ഷനിലെ എക്സൈസ് ഓഫീസിന് അടുത്തായിട്ടാണ്. അപ്പൊ ഈ ഫുഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞങ്ങളുടെ ഹോട്ടലിലാണ് അട്ടപ്പാടി വനസുന്ദരി ചിക്കൻ കൊടുക്കുന്നത്. അത് 10-12 ഇലകൾ മാത്രം ചേർത്തി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതിൽ പൊടി ഐറ്റംസ് ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഒരു ദിവസം ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ബോൺലെസ് ചിക്കൻ ആണ്, ഗ്രീൻ കളർ ആയിട്ടുണ്ടാവും ആ ഒരു ചിക്കൻ. അതിന്റെ കൂടെ നമുക്കൊരു ഊത്തപ്പം കിട്ടും. അപ്പൊ മറക്കാണ്ട് നിങ്ങൾ അട്ടപ്പാടിക്കാരിക്കല്ലല്ലോ, അട്ടപ്പാടിക്കാരി ഹോട്ടലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അട്ടപ്പാടിക്കാരി വനസുന്ദരി ചിക്കൻ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അപ്പൊ ഇതാ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ടുപേര് വനസുന്ദരി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ചോദിക്കാം, ചേട്ടാ എങ്ങനെയുണ്ട് വനസുന്ദരി ചിക്കൻ? ഓ കൊള്ളാം. അട്ടപ്പാടി ഷവർമ എന്നൊക്കെ പറയാൻ പറ്റിയ സാധനമാണ്. മസ്റ്റ് ട്രൈ. വി റെക്കമെൻഡ് യു വനസുന്ദരി. താങ്ക് യു. അപ്പോ നല്ലൊരു റിവ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ താത്ത സാപ്പിട്ട് മുടിച്ചാ കവർ ഇതിൽ പോട്ടുരുങ്ങ. ഓക്കെ. പൊതുവെ ഈ മഴയുള്ള സമയത്തൊക്കെ ഇതുപോലെയുള്ള കുഞ്ഞു തട്ടുകടയിലൊക്കെ കസ്റ്റമേഴ്സ് കിട്ടുന്നത് ഭയങ്കര കുറവായിരിക്കും. പക്ഷേ ഈ മഴയത്തും ഇത്രയും കസ്റ്റമേഴ്സ് കിട്ടി തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ അമ്മ. ഇന്ന് അമ്മയാണ് ഈ കടയിലെ കുക്കിംഗ് മാസ്റ്റർ. എന്തൊക്കെ വേണം കഴിക്കാൻ? വേറെ എന്തെങ്കിലും വേണോ? അതായത് ഓംപ്ലേറ്റ് ഉണ്ട്, കലക്കിയുണ്ട്, കുളമ്പ് കലക്കിയുണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ എന്താ മുട്ട റോസ്റ്റ് ഉണ്ട്, ഓണിയൻ റോസ്റ്റ് ഉണ്ട്, നെയ്ച്ചോറുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്. ഏതാ വേണ്ടത്? എനിക്ക് ചിക്കൻ റോസ്റ്റ്. ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പൊ പൊറോട്ടേന്റെ കൂടെ കുറച്ചും കൂടി ഒന്ന് അടിപൊളി ഒരു ബീഫ് ഫ്രൈയും കൂടി എടുക്കാം. അപ്പൊ അടിപൊളിയായിരിക്കും അല്ലേ? ഓക്കെ. എന്താ വേണ്ടേ? ഒരു വനസുന്ദരി ചിക്കൻ പാർസലേ വേണം. ഒരു 6 പൊറോട്ട, 2 വനസുന്ദരി, ഒരു ബീഫ് റോസ്റ്റ് പാർസല്. ഇത്ര നേരം അമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അച്ഛനും കൂടി അങ്ങ് രംഗത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ കേട്ടോ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടലാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഭണ്ഡാരി സ്ഥാനം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട്. ആദ്യം അമ്മയായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ ഞാനായിരിക്കും, ഇല്ലെങ്കിൽ അച്ഛനായിരിക്കും, ഇല്ലെങ്കിൽ അനിയനായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മാറി മാറിയാണ് ഈ ഒരു ഭണ്ഡാരി സ്ഥാനം കൈമാറി പോകുന്നത്. അതൊരു പ്രത്യേകതര ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടലും ഞങ്ങളും തമ്മിൽ ഒരു ഇമോഷണലി കണക്ട് ആയിട്ടുള്ളൊരു സംഭവം. അത്രയും സമാധാനം മാത്രം. പിന്നെ കുറെ നേരം വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങ് വിശക്കാൻ തുടങ്ങി. മഴ ആയതുകൊണ്ട് പിന്നെ ഇത് കഴിക്കണം എന്നുള്ളൊരു ഭയങ്കര പൂതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ ശരി എന്നാൽ ഒരു മുട്ടദോശ ഉണ്ടാക്കാന്നങ്ങ് വിചാരിച്ച്. അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ചുട്ടുപഴുത്തങ്ങ് കൊതിച്ച് നിൽക്കുന്ന ഈ ഒരു കല്ല് അത് തണുപ്പിച്ച് അതിന്റെ ദേഷ്യം ഒന്ന് കുറച്ച് അതിനൊന്ന് ഹൂളാക്കണം. അപ്പൊ ഞാനിത് അതൊന്ന് മൊത്തം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി അതിനൊന്ന് ഹൂളാക്കി. അതിനുശേഷം ഞാനൊരു കപ്പ് മാവങ്ങ് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ റൗണ്ടിൽ അങ്ങ് ഇടയ്ക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഒരു മുട്ട അങ്ങ് പൊടിച്ച് അതിന്റെ മണ്ടയ്ക്ക് അങ്ങ് ഒഴിക്കുക. അപ്പൊ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടും. ഈ മുട്ടച്ചോവ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടച്ചോവ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? കുറച്ച് ഉള്ളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ല രസമായിരിക്കും. അത് കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ വിശക്കുന്ന സമയത്ത്, കടയിലുള്ള സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനം ഈ ഒരു സാധനമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മാവ് ഒഴിച്ച് മുട്ടയൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി അതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു ചൊവ അങ്ങ് മാറ്റി കൊടുത്ത് അതിനുശേഷം ഞാനതങ്ങ് മൊത്തം ഒന്ന് റോളാക്കി സെറ്റാക്കിയതിന് ശേഷം ഞാൻ അതൊരു ഭാഗത്ത് മാറ്റി വെച്ച്. പിന്നെ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് ഈ പുറത്തുള്ള ടേബിൾ മുഴുവനും വെള്ളം നിറഞ്ഞ് അലമ്പായി കിടക്കുന്നതുകൊണ്ട് അതങ്ങ് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഒരു ലെവലാക്കി. കാരണം നല്ല മഴയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് കഴിക്കണമെന്നുണ്ടെങ്കിലും ചട്നിയും സാമ്പാറും വേണം. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഫുഡിന്. അപ്പം ഞാനത് കൊണ്ട് ഇതാക്കി വെച്ച്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മുട്ടദോശ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഓരോ പീസൊക്കെ ആയിട്ട് എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഞമ്മുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സുഖമാണ് ഇങ്ങനെ ഒരു തംബ്ലൈൻ എടുത്ത് കാണിക്കുന്നത്. അതായത് നമ്മളെ ഹാൻഡിൽ തംബ്ലൈൻ കാണിക്കത്തില്ല. അത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു സുഖമാണ്. അങ്ങനെ കഴിച്ച് അവസാനം
മുട്ടദോശ അങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബുൾസയിലെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് അങ്ങനെ എടുത്ത് വായിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ എന്തെന്ന് പറയാം, എൻ്റെ കുറച്ചൊരു കലാപരിപാടി അതിലേക്ക് കുറച്ചൊന്ന് ഓൾട്രേഷൻ ഒക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എല്ലാം കഴിഞ്ഞ ശേഷം അത് മൊത്തത്തിൽ അങ്ങ് ചുരുട്ടി കുട്ടിയൊക്കെ സെറ്റാക്കി ഒറ്റയടിക്ക് അങ്ങ് വായിലേക്ക് ഒന്ന് ഇടാം. അതൊരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതങ്ങ് എടുത്ത് വായിലേക്ക് ഇട്ടിട്ട് എനിക്ക് ചവയ്ക്കാനും പറ്റിയില്ല, ഇറക്കാനും പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയായി പോയത്. അതൊന്നും നമ്മൾ ചെറിയൊരു ചൂടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മുഖത്ത് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗൗരവഭാവം പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല മഴ പെയ്ത് കടയുടെ ഉള്ളിലൊക്കെ കുറച്ചൊക്കെ വെള്ളം കയറാൻ തുടങ്ങി. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാവേ. കടയുടെ ഉള്ളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കയറാൻ തുടങ്ങി. അതാണ് ഇവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹോട്ടലില് ബോർഡ് കേട്ടോ, അട്ടപ്പാടിക്കാരി ഹോട്ടലിലേക്ക് മറക്കാണ്ട് വരിക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മഴ ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് കുറവാണ്, അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞു തട്ടിമുട്ടിപ്പോയി. അപ്പൊ അട്ടപ്പാടിക്കാരി യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം.